പുതിയ തലമുറ പഴയ പാട്ടുകൾ റീൽസ് അല്ലേ? പഴയ പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും അത് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കണം, അവർ പഠിക്കുന്ന ട്രെൻഡായിട്ട് വരുന്നത്. അപ്പൊ ആ പാട്ടിന് ഒരാത്മാവുണ്ട്. അപ്പൊ അത്തരം ഒരു പാട്ടുകൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ്. അതൊക്കെ ഒരു അധ്യായങ്ങളാണ്. തീർച്ചയായിട്ടും. അതെ, ഇപ്പോഴും കള്ളിപ്പൊങ്കുലിന്റെ റീൽസ്, ബെനി സാറ് ചെയ്തിട്ടുള്ള കള്ളിപ്പൊങ്കുലിന്റെ ഒരു റീൽസ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് റീൽസുകൾ പഴയ പാട്ടുകൾ അവർ വീണ്ടും വീണ്ടും എഗൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ആമ്പിളരാണെങ്കിൽ ഷോ കാണിക്കാനായിട്ട്, റൊമാൻറ്റിക്കലാണെങ്കിലും ഞാൻ നിന്നെ മറന്നു, ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിച്ച് കുറേ സാധനങ്ങൾ പ്ലെയിൻ സാറിന്റെ പഴയ സിനിമകളുടെ ഓരോ റീൽസുകളാണ് ഇപ്പം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? റീൽസ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാല് ആ പടത്തിനൊരു ആത്മാവുണ്ട്. അത്തരം സിനിമകൾ വരണം. ഇപ്പൊ ഇന്നത്തെ സിനിമകൾ വെച്ചാല് ഭാര്യയില്ല, ഭർത്താവില്ല, അല്ല അച്ഛനില്ല, അമ്മയില്ല, കുട്ടിയില്ല, അങ്ങനെ പോകുന്ന ഒരു കഥയും കഥാപാത്രങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാട്ടുണ്ടാക്കാൻ ഒരു കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളിപ്പം അത് മാത്രല്ല ഈ ഒരു കാലത്ത് വരികൾക്ക് വലിയ പ്രാധാന്യം ഗിരീഷ് പുത്തഞ്ചേരി സാറുടെ ഒക്കെ വരികൾ കേടുന്നു. ഈ ഒരു കാലത്ത് വരികൾ എന്ന് പറയുമ്പോൾ മലയാളം തന്നെ മറന്നില്ലേ? ഒരു തലമുറ മലയാളം തന്നെ മറന്നു. പിന്നെ അത് ഈ വരികൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഇന്നിപ്പോ റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവര് അന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആണെങ്കിൽ പോലും ഒരുപാട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് അവരെ വരികൾ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ അതിന് റീൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും അർത്ഥവത്തായിട്ടുള്ള ദീർഘവീക്ഷണം അതിലുണ്ട്. ഇന്നിപ്പോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ?